നമ്മുടെ ഈ റോഡിൻ്റെ നടുക്കുള്ള ഈ ഡിവൈഡേഴ്സ് പിന്നെ ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ നടുക്ക് ചെടി കൊണ്ട് നട്ടു വെക്കും. അപ്പോൾ വിസിബിലിറ്റി അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി ശരിയാ വൺ വേ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കിൽ എന്താണെന്നുള്ള ധാരണയിലാണ് ചെയ്തേക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ചെടി നടുമ്പോൾ ചെറിയ വല്ല സാധനം നട്ടാൽ മതി. അപ്പുറത്തുനിന്ന് വിസിബിൾ ആണെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വല്ലതും കൺട്രോൾ തെറ്റി ഇതിനകത്തൊരു ഇടിച്ച് കയറി ഇപ്പുറത്തോട്ട് വരുന്നത് ദൂരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു വണ്ടിക്ക് ഇവിടെ ചവിട്ടി രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ കാട് പിടിച്ച് നിൽക്കുന്നതിന് പെട്ടെന്നായിരിക്കും സാധനം വരുന്നത്. അങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യത 28.7% വരെ കുറയുന്നുണ്ട് എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തിനാണ് ഈ പുല്ലും മരമൊക്കെ നട്ടുവളർത്തുന്നത്? കാട് പിടിച്ചിങ്ങനെ ചെറിയ കിടക്കുന്നത് കുഴപ്പമില്ല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കലൂർ സ്റ്റേഡിയം, എറണാകുളം സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷന് നടുക്ക് ഇങ്ങനത്തെ സ്പേസ് ഉണ്ട്. അവിടെ ടൈലൊക്കെ ഇട്ടേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ കയറി രാത്രിയാകുമ്പോൾ ആരൊക്കെയോ ഹോംലെസ് പീപ്പിൾ അവിടെ കിടക്കുന്നു. അവരവിടെ നിന്ന് കിടന്ന് ഉരുണ്ട് എല്ലാം വണ്ടിക്കടി വീണ് മരിച്ചു പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. പലരും അവിടെ കള്ളൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നത്, അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു, കച്ചറ ഉണ്ടാക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമൊന്നും അറേഞ്ച് ചെയ്യാൻ തൽക്കാലം നമ്മുടെ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഗവൺമെൻറ്റിനോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവരവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറയുകയാണ്, അവരവിടെ കിടന്നാൽ അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ത്രെട്ട് ഉണ്ട് അതിന്. ഏതെങ്കിലും വണ്ടി ഇതേപോലെ തെറ്റിക്കയറുവോ കൺട്രോൾ പോവുമോ അതിൽ ഇടിക്കുന്നതിനിടയിൽ തെറിച്ച് ഇങ്ങോട്ട് പീസ് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പീസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകത്തില്ലേ? അത് അവരുടെ ജീവൻ അപായം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അംഗവയിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അവർ കിടന്നുറങ്ങുന്നത്. ഉറക്കം എന്താ പറയേണ്ട അങ്ങനെ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നേ കാണും. പിന്നെ അവിടെ നിന്ന് പോലീസുകാർ അവർ അടിച്ചോടിക്കുന്നത് കണ്ടു. ഇപ്പോൾ അവിടെ വലിയ ഗ്രില്ലൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഭേദം പുല്ല. അതുകൊണ്ടാണ് അപ്പുറത്തോട്ടൊന്നും ഈ ടൈലിടാത്തതും വൃത്തികേടാക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പുല്ലൊക്കെ കയറി കിടക്കുമ്പോൾ അവിടെ കയറി കിടക്കത്തില്ലായിരുന്നു. അല്ല അങ്ങ് വരെ രാത്രിയാകുമ്പോൾ ആൾ കിടക്കും. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ നടക്കാനേ സമയം കാണത്തുള്ളൂ. അവിടെ എല്ലാം കൊണ്ടുവന്ന് പിന്നെ ഗ്രില്ല് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതിലും ഭേദം ഗ്രില്ലങ്ങ് ഫിറ്റ് ചെയ്യുന്നത്. നടുക്കേറി കിടന്നു കളയുന്ന ആൾക്കാർ ഇവർ വീടൊന്നുമില്ലല്ലോ. പലർക്കും പണിയാൻ വന്നിരിക്കുന്ന പലരും ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അവരെന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് എന്തുകൊണ്ട് ഒരു സ്ഥലം താമസിക്കാൻ കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അതാണ് കാരണം. പക്ഷേ അതിപ്പോൾ ഒഴിവാക്കണമെന്ന് അടിച്ചിറക്കുന്നതിലും വേറെ ഈ പുല്ലോ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അതാ ഇവിടെ എല്ലാം പുല്ല് നട്ട് വെച്ചേക്കുന്നത്. അത് വേറെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് പിന്നെ അതുമല്ല, ഈ കാട് പിടിച്ച് വെക്കരുത്, ഒരു ഹൈറ്റ് കൂടുതൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. എന്താണേലും പുതിയ സാധനം അവിടെ പിടിപ്പിച്ചത് കൊള്ളാം, അതായത് നന്നായി. പിന്നെ ഇപ്പുറത്ത് പുല്ല് കിളിച്ചതോ അല്ല ചെടി നട്ട് വളർത്തുന്നോ അതും ഇപ്പോഴാണ് വളരെ വൈകിയാണ് എനിക്കത് മനസ്സിലായത്.